ആദ്യം തന്നെ പരിപ്പ് നന്നായി കലക്കി ഒരു 3 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് തിളപ്പിക്കാൻ വെച്ചു. തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചീര അതിലേക്കിട്ടു. ചുമന്ന ചീരയോ പച്ച ചീരയോ ഏത് ചീരയായാലും അതിട്ടു. അതൊരു 3-4 മിനിറ്റ് വേവിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ മസാലകളെല്ലാം ചേർത്തു. എന്നിട്ടാണ് വേവിക്കാൻ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജീരകവും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്കിട്ടു. നാളികേരം അരയ്ക്കുന്നതിന് പകരം 1 കപ്പ് നാളികേര പാലാണ് ഒഴിച്ചത്. ഞാൻ മാഗിയുടെ നാളികേര പാലാണ് എടുത്തത്. അത് ഒഴിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ശർക്കരയും ഒരു ചെറിയൊരു ബട്ടറിൻ്റെ കഷ്ണവും ഇട്ടു. പരിപ്പിൻ്റെ കൂടെ എപ്പോഴും നെയ്യ് ചേർത്താൽ നന്നായിരിക്കും. പിന്നെ വറവിടാൻ നോക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക്, മുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കഴിഞ്ഞ് കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് നാളികേരം ഇട്ടു. തീ കുറച്ച് വെച്ചിട്ടാണ്